ഹോളിസ്റ്റിക് ട്രഷർ ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് അമൃത് രണ്ടാം ഭാഗം എപ്പിസോഡ് 7. പാലാഴി മദനത്തിൽ കിട്ടിയ അമൃതം ഏതാനും തുള്ളികൾ സന്ദർഭവശാൽ ഭൂമിയിൽ വീഴാൻ ഇടയായെന്നും അവ മുളച്ച് വളർന്നുണ്ടായതാണ് ഈ ചെടിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഞാനിതിൻ്റെ ആദ്യത്തെ പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം അമൃതിൻ്റെ രസാദി ഗുണങ്ങൾ എന്ന് വെച്ചാൽ രസം തിക്തം കടു, ഗുണം ഉഷ്ണം, സ്നിഗ്ധം ലഘു, വീര്യം ഉഷ്ണം, വിഭാഗം മധുരം. ഔഷധ യോഗ്യ ഭാഗം തണ്ട് ഇലകൾ. ആയുർവേദ ഉപയോഗങ്ങൾ. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചിത്തമൃതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കുന്നു. മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങളിലും കരൾ സംബന്ധിയായ രോഗങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും മറ്റ് ഔഷധങ്ങളുടെ കൂടെ ചിറ്റമൃത് ഉപയോഗിക്കുന്നു. പാമ്പ്, തേള് വിഷ ചികിത്സയിലും ഉപയോഗിക്കുന്നു. തണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന അരിഷ്ടം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു. അമൃതാദി എണ്ണയുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആയുർവേദ വിധിപ്രകാരമുള്ള മിക്ക ഔഷധങ്ങളിലും അമൃത് ഒരു മുഖ്യ ഘടകമാണ്. കടുത്ത കയ്പുള്ള അമൃത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ മധുരമായി തീരുന്നു. രസായന ഗുണമുള്ള ഈ പദാർത്ഥത്തിന് മലത്തെ ശോഷിപ്പിക്കാനുള്ള ഗുണമുണ്ട്. കഷായാനുസരസവും ലഘുവും ആയതിനാൽ ബലത്തെയും ജഠരാഗ്നിയെയും ഇത് വർദ്ധിപ്പിക്കുന്നു. കാമില, കുഷ്ഠം, വാതച്ഛാദികൾ, രക്തദൂഷ്യം, ജ്വരം, കൃമി, ഛർദി ഇവയെ നശിപ്പിക്കുന്നു. പ്രമേഹം, ശ്വാസരോഗം, കാസരോഗം, അർശസ്, ഹൃദ്രോഗം എന്നിവയെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. ഉപയോഗിക്കേണ്ട രീതി. അമൃതിൻ്റെ തൊലി നീക്കി ചതച്ച് 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ ഇവയുടെ 100 കിട്ടും. 1 ഔൺസ് 100 10 ഇരട്ടി വെള്ളത്തിൽ ചേർത്ത് ദിവസത്തിൽ 3 ഔൺസ് വീതം സേവിച്ചാൽ ശരീരത്തിലെ ചൂട് ക്രമീകരിക്കപ്പെടും. ഇതിൻ്റെ തണ്ട് ചതച്ച് 1 ഔൺസ് നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് ദിവസത്തിൽ 6 നേരം കഴിച്ചാൽ പനി മാറും, രക്തം ശുദ്ധി ഉണ്ടാകും. വൃക്ക രോഗങ്ങൾക്ക് അമൃത് ഇടിച്ച് പിഴിഞ്ഞ നീര് 15 മില്ലി രാവിലെ വൈകിട്ടും ഉപയോഗിക്കുക. ഈ ട്രഷർ ഹബ്ബ്, ഹോളിസ്റ്റിക് ട്രഷർ ഹബ്ബ് ചാനലാണ്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക്